ഈ 7 ചക്രാസ് ഒക്കെ ഉണ്ടല്ലോ. ഈ ചക്രങ്ങളുമായിട്ട് എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ടോ? ഓരോ ചക്രത്തിന് അതാത് വർക്കുകളുണ്ട്. അതായത് അതിന് ഓരോ ഡ്യൂട്ടീസാണ് അതിന്. അതായത് ഒരു മൂലാധാര ചക്രത്തിന് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഓർഗൻസ് ഉണ്ട്. അതിനെ അത് കൺട്രോൾ ചെയ്യും. അതുപോലുള്ള ഓരോ 7 ചക്രങ്ങൾക്കും അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ നടക്കുന്നത്. അതുമാത്രമല്ല, ഈ പ്രകൃതിയിൽ നമ്മൾ ജീവിക്കാനും നമുക്കുള്ള വസ്ത്രം, ഭക്ഷണം ഇതൊക്കെ ഈ മൂലാധാര ചക്രത്തിൻ്റെ കഴിവ് കൊണ്ടാണ്. അതിലൊരു ഡിസ്ട്രോഷൻ സംഭവിച്ചാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് വസ്ത്രം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ വരുന്നത് ഈ മൂലാധാരത്തിൻ്റെ ഡിസ്ട്രോഷനാണ്. ഇതുപോലെ തന്നെയാണ് അനാഹത, ഈ പറയുന്ന ഹൃദയചക്രം, ഇതൊക്കെ വരുന്നത് അതിൻ്റെ പോലെയുള്ള കാര്യങ്ങളാണ്. അതായത് ഹൃദയചക്രത്തിന് ഡിസ്ട്രോഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്നേഹം കിട്ടാനും നമ്മളെ സ്നേഹിക്കാനും ആളുകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ നമ്മളുടെ ത്രോട്ട് ചക്രയിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ തെറ്റായി പോകാനും അല്ലെങ്കിൽ ഓരോരുത്തർക്ക് അത് മനസ്സിലാവാതിരിക്കാനും ഒക്കെ അതിൻ്റെ കഴിവ് ആ ഡിസ്റ്റോഷനിലാണ് അത് സംഭവിക്കുക. അങ്ങനെ ഓരോ ഡ്യൂട്ടീസാണ് ഈ ഓരോ ചക്രകൾ ചെയ്യുന്നത്. സൗണ്ട് ഹീലിങ്ങിൽ ഈ ചക്രകളെല്ലാം എൻഹാൻസ് ചെയ്യും, അതിനെ ബാലൻസ് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് ഒരേപോലെ കിട്ടാനായിട്ട് ഉള്ള സാധ്യതകൾ കൂടും. ഇത് ചെയ്തു കഴിഞ്ഞാൽ സഹസ്രാര ചക്രം പോലും ഓപ്പൺ ആകുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇത് സൗണ്ട് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഹീൽ ചെയ്യുന്നു, അപ്പോൾ ഒരു ഹീലറാണ് ഞാൻ ആദ്യം തന്നെ എൻ്റെ സഹസ്രാര ചക്രം ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്യുക. അതായത് യൂണിവേഴ്സൽ എനർജീനെ ഞാൻ അട്രാക്ട് ചെയ്യണം ചെയ്യുന്നത്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ യൂണിവേഴ്സൽ എനർജി. എഗെയിൻ ഞാൻ ഈ സഹസ്രാരം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന, അതായത് എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ഞാൻ സൗണ്ട് ഉപയോഗിച്ചിട്ട് അയാളുടെ സഹസ്രാരം ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നേരെ നമ്മളൊരു ഫോൺ ചെയ്യുന്ന പോലെ, ഇപ്പം ഞാൻ താങ്കളെ ഫോൺ ചെയ്യുന്ന പോലെ തന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളെ ഫോണിൽ നിന്ന് നേരെ അടുത്ത ടവറിൽ ചെല്ലും, ടവറിൽ നിന്ന് എക്സ്ചേഞ്ചിൽ ചെല്ലും, എക്സ്ചേഞ്ച് സാറ്റലൈറ്റ്, അഗെയിൻ ടവർ, അങ്ങനെയാണ് നമ്മൾ ചെല്ലുക. ഇതുപോലെ തന്നെ ഞാൻ അയാളുടെ സഹസ്രാരം ഓപ്പൺ ചെയ്യുമ്പോൾ ഞാനും യൂണിവേഴ്സൽ പവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇയാളുടെ ഉള്ളിലേക്ക് ചെല്ലുകയാണ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു ഫോൺ കോളുമായിട്ട് ഞങ്ങൾ കണക്റ്റഡ് ആവും. ആ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞ് എനിക്ക് അറിയാൻ സാധിക്കും ഈ പറയുന്ന വ്യക്തിയിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നും ആ ബുദ്ധിമുട്ട് എങ്ങനെ ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്നും എത്ര ഫ്രീക്വൻസി അപ്ലൈ ചെയ്ത് അയാളുടെ അത് ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെയാണ് ഇതിലൊരു റെമഡി കണ്ടെത്തുന്നതും അതിന് ക്ലിയറൻസ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ സാധാരണ ഒരു ജനത്തിന് അതിന് മനസ്സിലാവില്ല, എനിക്കും മനസ്സിലാവില്ലായിരുന്നു. ഞാൻ ആദ്യം എൻ്റെ ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെ ഗുരു പറയണത് എന്തോ ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അഗെയിൻ ഞാൻ ആ ഗുരു പറഞ്ഞു തന്ന അതുപോലെ ഞാൻ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ അനുഭവമാണ് അതുണ്ടായത്. അപ്പം എനിക്ക് മനസ്സിലായി ഇതിൽ സംതിങ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ടെലിപ്പതി, ഇതും വർക്ക് ചെയ്യും. ഇത് ഗുരു പറയുന്ന സമയത്തൊന്നും ഞാൻ വിശ്വസിക്കുകയേ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം വർക്ക് ചെയ്യില്ല എന്നായിരുന്നു എൻ്റെ 100% വിശ്വാസം. വൺസ് അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് ക്ലിയറായി, ഞാൻ കോൺഫിഡൻസ് ആയി. കാരണം എനിക്കത് ചെയ്യാൻ സാധിക്കും, അത് നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് അന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ദൂരമുള്ള ഒരാളെ നമുക്ക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരോട് നിയന്ത്രിക്കാനല്ല, ഒരാളെ നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷെ അയാളുടെ എന്താ പറയുക, അയാളുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവും. അവിടെ ഇരിക്കുന്ന ആളുടെ എന്താണ് ഇമോഷൻ എന്നുള്ളത് അതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അവരുടെ മനസ്സ് വായിക്കാൻ പറ്റുമോ? മനസ്സ് വായിക്കാനായിട്ട് പറ്റില്ല. എനിക്കറിയില്ല, ഇനി പറ്റുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ ഇന്നേ വരെ ഒരാളുടെയും മനസ്സ് വായിച്ചിട്ടില്ല. പക്ഷെ ഇമോഷനെ നമുക്ക് ഫീൽ ചെയ്യും. അവർ ദുഃഖത്തിലാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും, ആ ദുഃഖമാണ് അവിടെ എന്നുള്ളത് ഫീൽ ചെയ്യും. അയാൾ സന്തോഷത്തിലാണെങ്കിൽ ആ സന്തോഷം നമുക്കും ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പം നമുക്ക് മനസ്സിലാവും അയാൾ സന്തോഷത്തിലാണ് അല്ലെങ്കിൽ അയാൾ ദുഃഖത്തിലാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ് വരിക. അതല്ലാതെ അയാളുടെ മനസ്സിനെ ഞാൻ ഇന്നേ വരെ റീഡ് ചെയ്തിട്ടില്ല. കഴിവുള്ളവരുണ്ടാവുമായിരിക്കും, അറിയില്ല. ഈ DNA ലെവൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? DNA ലെവൽ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രോസസ്സാണ്. അതിനകത്ത് സൗണ്ട് ഹീലിങ്ങിനകത്ത് ഒരു പ്രോസസ്സാണ് അത്, DNA ലെവൽ ഹീലിംഗ് എന്ന് പറഞ്ഞ്. അതായത് നമ്മുടെ DNA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കോണിപ്പടിയുടെ ഒരു ആകൃതിയിലാണ് വരുന്നത്.
അതിനും പല ഡിസ്റ്റോർഷനുകളും സംഭവിക്കുന്ന പറയുന്നത്. ആ ഒരു ഫ്രീക്വൻസി DNA എൻഹാൻസ് ചെയ്യുന്ന പറയുന്നത്. ആ ഒരു ഫ്രീക്വൻസി ലെവൽ, അതായത് ബൗൾ സെറ്റിൽ പ്രത്യേക ലെവലിലാണ് അത് സ്ട്രൈക്ക് ചെയ്യുക. അതിനെ പ്രത്യേക ഫ്രീക്വൻസിയിലല്ല, പ്രത്യേക അടിയായിരിക്കും അതിന്. ഓക്കെ, എല്ലാ ബോളുകളും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. എല്ലാ ബോളും കൂട്ടം ചേർന്ന് നിൽക്കുക അതിൻ്റെ ഉള്ളിൽ. അതിനടിക്കുന്ന അടിക്ക് വ്യത്യാസമുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസിക്ക് വ്യത്യാസമുണ്ട്, സൗണ്ടിന് വ്യത്യാസമുണ്ട്. ഇതെല്ലാം എല്ലാ പ്രോസസ്സുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ്. അതിന് എല്ലാം പ്രത്യേകമായിട്ടാണ് ഇരിക്കുക. ഈ ബൗളുകളൊക്കെ അറേഞ്ച്മെൻറ്റ് കറക്റ്റായിരിക്കും. അതിന് ഒരു ഇതുമില്ല, ഒരു വ്യത്യാസമില്ലാണ്ട് ആ ഒരു ലെവലിൽ ഇരുന്നിട്ട് ഈ ബൗളുകളെ ഈ ലെവലിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ കോറിൽ കിടക്കുന്ന DNA വരെ എൻഹാൻസ് ചെയ്യുന്ന പറയുന്നത്. ആ DNA ആണ് നമുക്കൊരു ബുദ്ധിമുട്ടിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഒരു റീക്രിയേഷൻ എല്ലാം സംഭവിക്കുന്നത് അവിടെയാണ്. ഈ സൗണ്ട് ഹീലിങ്ങിന് വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ സിംഗിങ് ബൗളാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇതാണ് ടിബറ്റൻ സിംഗിങ് ബോൾ. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ സൗണ്ട് ഹീലിംഗ് ചെയ്യുക. ഇത് ഉപയോഗിച്ചാണ്. പക്ഷേ ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ ഈ 7 ബൗളുകൾ കൂടിയുണ്ട്. അത് വിവിധ സൈസുകളിലും വെയ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാത്തിനും. പിന്നെ ഒരു 7 മൂലകങ്ങൾ ചേർന്നിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മൂലകങ്ങൾ 7 ഗ്രഹങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പറയണത്. ഇതൊക്കെ അവരുടെ ആ ഒരു ടേം അങ്ങനെയാണ് പോണതൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 7 ഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ, ഈ 7 ഗ്രഹങ്ങളുടെയും വൈബ്രേഷൻ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും ഈ ഗ്രഹങ്ങളും ഭൂമിയും തമ്മിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഇതെങ്ങനെയാണ് കൂടുതൽ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ചന്ദ്രൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മളെ അമാവാസി അതുപോലെ പൂർണ്ണചന്ദ്രനും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വേലിയേറ്റം വേലിയിറക്കം ഇതൊക്കെ ഇത് തമ്മിലുള്ള ഭയങ്കര റിലേഷനാണ്. അത് എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് നേരത്തെ തന്നെ അറിയുന്ന കാര്യങ്ങളാണ്. അതുതന്നെ ഇതിൻ്റെ ഉള്ളിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളുടെ ഓരോ ഗ്രഹത്തിനും പ്രത്യേകം ഓരോ മെറ്റലുകളാണ് കൺസെപ്റ്റിൽ കൊണ്ടുവന്നതാണ്. ഇന്ന മെറ്റൽ ഈ ഗ്രഹത്തിന് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ മെറ്റലുകളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത്. അപ്പോൾ ആ വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിന് കിട്ടുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഈ ഗ്രഹങ്ങളുടെ വൈബ്രേഷൻ കുറയുമ്പോഴാണ് ഓരോ അസ്വസ്ഥതകളൊക്കെ വരുന്നതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് മാനസികാവസ്ഥ, അതായത് നമ്മളുടെ ഈ അമാവാസി ദിവസങ്ങളിൽ ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ കൂടുതലായിരിക്കും. എന്നാൽ ഈ നമ്മുടെ പൂർണ്ണചന്ദ്രൻ ഫുൾ മൂൺ ടൈമിലാവുന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പിനെസ് ആയിരിക്കും. പല പൂക്കൾ, താമര എന്നുള്ള സാധനങ്ങളൊക്കെ വിരിയണത് ഈ പൂർണ്ണചന്ദ്രൻ വരുന്ന സമയത്താണ്. ഈ നമ്മളെല്ലാ മൃഗങ്ങളും ഹാപ്പി ആവണതൊക്കെ ആ ടൈമിലാണെന്ന് പറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാപ്പി ആവാനായിട്ട് പൂർണ്ണചന്ദ്രൻ്റെ ടൈമിൽ അന്നും അതിൻ്റെ തലേദിവസം അതിൻ്റെ പിറ്റേ ദിവസം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ ഡള്ളായിട്ട് ഉള്ള മൈൻഡ്, അത് ഡിപ്രസ്ഡ് അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അമാവാസി ദിവസം, അതായത് ചന്ദ്രനില്ലാത്ത ദിവസം, അന്ന് അതിൻ്റെ തലേദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം, ഈ 3 ദിനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ഡിപ്രഷൻ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ വേവ് ലെങ്ത് കുറയും അത്. അപ്പോൾ അത് അങ്ങനെ ഗ്രാജ്വലി അവർക്ക് അത് ഇല്ലാതാക്കാനായിട്ടും സാധിക്കും ഇതിൽ.